എൻ്റെ പ്രണാമം. ഇന്ന് ഭാരതത്തിലെമ്പാടും നമ്മുടേതായിട്ടുള്ള പൈതൃകം വിദേശികൾ സ്വീകരിക്കുന്നത് പോലെ ഇവിടെയും സ്വീകരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. തമിഴ്നാട് ഗവൺമെന്റ്, അവിടെ ഭരിക്കുന്ന പാർട്ടി മിക്കവാറും യുക്തിവാദികളാണെന്നാണ് വെപ്പ്, നിരീശ്വരവാദികളാണ്. പക്ഷെ അവർ തീരുമാനിച്ചു തമിഴ്നാട്ടിലെ എല്ലാ സ്കൂളുകളിലും യോഗ പഠിപ്പിക്കണമെന്ന്. ഏറ്റവും പ്രശസ്തമായ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബാംഗ്ലൂരിലുള്ളത്. ലോകത്തില് ഒരു ഭാരതീയന് ഒരു കോളേജിൽ നിന്ന് ബിരുദം നേടി ഇറങ്ങിക്കഴിഞ്ഞാൽ ലഭിക്കുന്നതില് ഹയസ്റ്റ് സാലറി ലഭിച്ചത് ബാംഗ്ലൂരിലെ IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ഒരു പെൺകുട്ടിക്കാണ്. ഇന്ന് 0.278 കോടി രൂപയാണ് ഒരു മാസം സാലറി. 1.278 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം അപ്പോയിന്റ്മെന്റ് ആ കുട്ടിക്ക് കിട്ടിയപ്പോൾ സാലറി ഓഫർ ചെയ്തത്. അത് ഇന്ത്യക്കാർക്ക് കിട്ടുന്നതിൽ ആദ്യം പഠിത്തം കഴിഞ്ഞ് ജോയിൻ ചെയ്തപ്പോൾ കിട്ടുന്നതിന്റെ ഹയസ്റ്റ് സാലറിയാണ്. അങ്ങനെയുള്ള IIM-ല് ഇപ്പൊ മഹാഭാരതം ഒരു മാനേജ്മെന്റ് ഗ്രന്ഥമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. രാമായണം കുറച്ചു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. സംസ്കൃത പ്രതിഷ്ഠാന്റെയും ബാക്കി എല്ലാവരുടെയും നേതൃത്വത്തിലുള്ള ഡൽഹി സാൻസ്ക്രിറ്റ് അക്കാഡമി കറസ്പോണ്ടൻസ് കോഴ്സ് നടത്താറുണ്ട്. മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള സബ്ജക്റ്റ്, MBA ഉള്ള സബ്ജക്റ്റ് ഉൾപ്പെടെ അവര് വേദങ്ങളും അതുപോലെ രാമായണവും എല്ലാം മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വളരെ ഭംഗിയായിട്ട് നേരത്തെ തന്നെ കറസ്പോണ്ടൻസ് കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരു പേപ്പറായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയില് ഭഗവത്ഗീത ആൻഡ് മാനേജ്മെന്റ് ഒരു സബ്ജക്റ്റ് ആണെന്ന് ഞാൻ നേരത്തെ തന്നെ പൈതൃക സന്ദേശത്തിലൂടെ നിങ്ങളോട് പറയുകയുണ്ടായി. എന്നാൽ അതിൽ നിന്നെല്ലാം മാറിയിട്ട് നമ്മളുടെ ഭാരതത്തിലെ ക്രീം എന്ന് പറയുന്ന വളരെ ടോപ്പായിട്ടുള്ള വ്യക്തികൾ, IAS, IFS ഒക്കെ എടുത്ത് വരുന്നവര്, അവരുടെ ട്രെയിനിങ്ങില് 99% ട്രെയിനിങ് പാരാമീറ്ററും മോഡേൺ സബ്ജക്റ്റ് മാത്രമാണ്. ഭാരതത്തിൻ്റെതായിട്ടുള്ള ഒന്നും അതിനകത്ത് ഉൾപ്പെടുത്താറില്ല. ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ പോലും അവരെ മാറ്റി നിർത്തുകയാണ് പതിവ് എന്ന് തോന്നാറുണ്ട്. എന്നാൽ ഇപ്പൊ കാലചക്രം തിരിയുന്നൊരു കാഴ്ച. മദ്രാസിലെ അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു ന്യൂറോളജിസ്റ്റ്, രണ്ടുമാണ്, ന്യൂറോളജിസ്റ്റും MD-യും ആണ്, MS ന്യൂറോ സർജനുമാണ്. അദ്ദേഹം വളരെ പ്രശസ്തരായ പോളിസി മേക്കേഴ്സ്, ഭാരത സർക്കാരിലെ എക്കണോമിക്കൽ ആസ്പെക്റ്റുകളിൽ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു ക്ലാസ് എടുക്കുന്നത് കേൾക്കാനിടയായി. എനിക്ക് ചിന്തിക്കാനേ സാധ്യത. അൾട്രാ മോഡേൺ സയൻസില് ന്യൂറോളജി സബ്ജക്റ്റില് വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന പ്രശസ്തമായ ഒരു ആശുപത്രിയിലെ അൾട്രാ മോഡേൺ ഡോക്ടറാണ് അദ്ദേഹം. ഇവർക്ക് ക്ലാസ് എടുത്തപ്പോൾ ശരിക്ക് തലച്ചോറിന്റെ ചിത്രം കാണിച്ച് ബ്രെയിൻ സർജറി എന്താണ്, ബ്രെയിൻ ആക്ഷൻ എന്താണ് എന്നെല്ലാം വിവരിച്ചു കൊടുത്ത് സാവധാനം അദ്ദേഹം യോഗ എന്ന വിഷയത്തിലേക്ക് കടന്നു. യോഗ എന്ന വിഷയത്തിൽ നിന്ന് ധ്യാനത്തിലേക്ക് കടന്നു. ധ്യാനത്തിൽ നിന്ന് മന്ത്രാലാപനത്തിലേക്ക് കടന്നു. എന്നിട്ട് പ്രാണായാമം. ഇതെല്ലാം കടന്നു എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നല്ല യുക്തിവാദികളും എല്ലാം ഉള്ള ഈ പോളിസി മേക്കേഴ്സ് 68 പേരുള്ള സദസ്സില് ഇദ്ദേഹം അവരെ കൊണ്ട് പ്രാണായാമം ചെയ്യിച്ചു. വളരെ സുദീർഘമായിട്ട്, അന്ന് എക്സെപ്ഷൻ ഒന്നും ആർക്കും ഇല്ല. പ്രാണായാമം ചൊല്ലിച്ച് അവരെ കൊണ്ട് മന്ത്രം ആലപിപ്പിച്ച് അവരെ കൊണ്ട് ധ്യാനിപ്പിച്ച് അതിൻ്റെ അനുഭവം ഒരു പ്രശസ്തനായ അൾട്രാ മോഡേൺ ഡോക്ടർ അത് അവരെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പോൾ
അതിനകത്തുള്ള എല്ലാവർക്കും അസാധാരണമായ സന്തോഷം ഉണ്ടായി എന്ന് മാത്രമല്ല, അവര് പറയുകയും ചെയ്തു, ഈ ട്രെയിനിങ് സമ്പ്രദായം ഇപ്പൊ കൊടുത്ത മാതിരിയുള്ള സമ്പ്രദായം ഇനിയുള്ള ബാച്ചുകൾക്കും ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറയുകയുണ്ടായി അത്രേ. ഇവിടെ ഞാൻ ഇത് നിങ്ങളോട് പറയാൻ കാരണം, നമ്മള് പൈതൃകത്തിന്റെ മഹത്വം പറയുമ്പോഴും അത് ലോകമെമ്പാടും സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോഴും ഭാരതത്തിനകത്ത് തന്നെ അതിനെ പുച്ഛിക്കുന്നവരും അവഹേളിക്കുന്നവരും ഉണ്ട്. അടുത്ത കാലത്ത് കോട്ടക്കലില് ചെന്നപ്പോൾ അവിടത്തെ ഒരു കോളേജിലെ ഒരു അധ്യാപകനുണ്ടായി. ആയുർവേദ കോളേജിലെ അധ്യാപകനാണ്. അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, സർ, നമ്മളുടെ എല്ലാം വാക്കുകളിൽ നമ്മൾ പറയാറുണ്ട്, ഒരു ഡോക്ടർക്ക് ആദ്യം ഉണ്ടാകേണ്ടത് കൈപുണ്യമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ പാശ്ചാത്യ ലോകമൊക്കെ അത് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതും ഈ ആയുർവേദ കോളേജിലെ അധ്യാപകൻ അങ്ങ് പൊട്ടിത്തെറിച്ചു. അദ്ദേഹം പറഞ്ഞു, സാറിന്റെ പൈതൃകവും സന്ദേശവും ഒക്കെ അങ്ങ് അമേരിക്കയിൽ ചെലവാവും, ഇന്ത്യയിൽ ചെലവാവില്ല. ഞങ്ങളെ വിഡ്ഢികളാക്കാനൊന്നും സാധ്യമല്ല. കൈപുണ്യം എന്നൊരു മണ്ണാങ്കട്ടയും ഇല്ല. ഞങ്ങളൊക്കെ കുറെ കൂടി പുരോഗമനവാദികളാണ് എന്ന് ആ വൈദ്യൻ പറയേണ്ട, ഡോക്ടർ പറയേണ്ട, അധ്യാപകനാണ്. അപ്പൊ ശരിക്ക് ഇതിടയ്ക്ക് ഈ സംഭവം ഞാൻ പറയാൻ കാരണം, നമ്മളുടെ പൈതൃകം കൈകാര്യം ചെയ്യുന്നവര് തന്നെ നമ്മുടെ പൈതൃകത്തെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും അത് മുഴുവൻ അന്ധവിശ്വാസമാണെന്ന് പറയുകയും ചെയ്യുന്നവരുണ്ട്. പക്ഷേ മറ്റ് അറിവുകള് കൈകാര്യം ചെയ്യുന്നവര് അവരുടെ ഇടയിൽ അസാധാരണമാം വിധം നമ്മുടെ പൈതൃകത്തിന്റെ ആപ്ലിക്കേഷൻ വളരെ ഭംഗിയായിട്ട് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. അത് അവര് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും നല്ല രീതിയിലുള്ള ഒരു സ്വാധീനം ഉണ്ടാവും. ഇത് അടിമുടി ഭാരതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളുടെ തെളിവുകളാണ്. സംസ്കൃതം പഠിക്കുന്ന പല വ്യക്തികളും സംസ്കൃതത്തെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയുർവേദത്തിന്റെ പല നന്മകളും സ്വീകരിക്കാതെ കുറച്ച് ആയുർവേദ വൈദ്യന്മാര് അതിനെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് പോലും വിശ്വാസത്തിന്റെ ലെവൽ ഉയർത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും മറ്റു പലരിലും, ഏതാണ്ട് എല്ലാവരിലും എന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഭാരതത്തിനകത്തും പുറത്തും ധാരാളം ക്ലാസ് നടത്താറുണ്ട്. അങ്ങനെയുള്ള വേളയിലെല്ലാം എനിക്ക് കാണാൻ സാധിക്കുന്നു ഒരു അസാധാരണമായ മാറ്റം നമ്മളിൽ ഉണ്ടാവുന്നത്. ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇത്ര മാത്രമാണ്. നമ്മളുടെ പൈതൃകത്തിന്റെ നന്മകള് എല്ലാ ജനങ്ങളിലേക്കും എത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് സ്വീകരിക്കുന്നത്, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സുകൂടി നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇനി പ്രണാമം, നമസ്കാരം.